പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നെയിമിംഗ് എ റേഞ്ച് എന്നുള്ള ടോപ്പിക്കാണ്. ഒരു റേഞ്ചിന് എങ്ങനെ പേര് നൽകാം. ലിബ്രെ ഓഫീസ് കാൽക്കിൽ റേഞ്ചുകൾക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പേരുകൾ നൽകാവുന്നതാണ്. ആ പേരുകൾ തുടർന്ന് ഫോമുലയിലൊക്കെ സെൽ റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ റേഞ്ചിൻ്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകളാണ്. ഒരു പ്രത്യേക ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ആ ഏരിയ നമുക്ക് സെലക്ട് ചെയ്ത് ഒരു പ്രത്യേക റേഞ്ച്, ആ റേഞ്ചിന് പ്രത്യേകമായിട്ട് പേരുകൾ നൽകാവുന്നതാണ്. ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക് separate name can be given to a specific range. Then this range name can be used in formula instead of specifying the cell reference of the range. ഇത്തരത്തിൽ റേഞ്ചുകൾക്ക് പ്രത്യേകം പേര് നൽകുകയാണെങ്കിൽ തുടർന്ന് ആ റേഞ്ച് ഒരു ഫോമുലയിൽ നമ്മൾ സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവിടെ ആ റേഞ്ചിൻ്റെ സെൽ റെഫറൻസ് കൊടുക്കേണ്ടതില്ല. അതിന് പകരമായിട്ട് നമുക്ക് റേഞ്ചിന് നൽകിയിരിക്കുന്ന പേര് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി, ദ സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ 60 സ്റ്റുഡൻസ് ഫോർ അക്കൗണ്ടൻസി എക്സാമിനേഷൻ ഈസ് ഗിവൺ ഇൻ C3 C62. അവിടെ 60 കുട്ടികളുടെ അക്കൗണ്ടൻസിയുടെ ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ സ്കോറ് C3 മുതൽ C62 വരെ നൽകിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അക്കൗണ്ടൻസി എക്സാമിനേഷന് കുട്ടികൾക്ക് ലഭിച്ച ആ യൂണിറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ് C3 മുതൽ C62 വരെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ദീസ് റേഞ്ച് മേ ബി നെയിംഡ് ആസ് ACC _ സ്കോർസ്. അക്കൗണ്ടൻസിയുടെ സ്കോറാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ACC _ സ്കോർസ് എന്ന് ആ റേഞ്ചിന്, അക്കൗണ്ടൻസിയുടെ മാർക്ക് റെക്കോർഡ് എൻ്റർ ചെയ്തിരിക്കുന്ന ആ റേഞ്ചിന് ACC _ സ്കോർസ് എന്ന് നമ്മൾ പേര് നൽകുന്നു. ദെൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ആവറേജ് സ്കോർ ഓഫ് അക്കൗണ്ടൻസി വി ക്യാൻ യൂസ് ദ ഫോമുല ആവറേജ്. ആ റേഞ്ചിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ACC _ സ്കോർസ് എന്നാണ്. ആ ഫോമുലയിൽ ആവറേജ് കാണാൻ വേണ്ടി ഈ 60 കുട്ടികളുടെയും ആവറേജ് സ്കോർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഫോമുലയിൽ അവിടെ ഫോമുല കൊടുക്കുമ്പോൾ ഈക്വൽ ടു സിമ്പൽ നൽകിയതിന് ശേഷം ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. അതിനുശേഷം സാധാരണഗതിയിൽ നമ്മൾ ആ റേഞ്ചായിരുന്നു സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് C3 C62 എന്നുള്ള ആ ഒരു റേഞ്ചിൻ്റെ സെൽ റെഫറൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലെ ആ റേഞ്ചിനെ റെഫർ ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. എന്നാൽ ആ റേഞ്ചിന് പ്രത്യേകമായിട്ട് നമ്മൾ പേര് നൽകുകയാണെങ്കിൽ ആ പേര് സെലക്ട് ചെയ്ത് നൽകിയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഫോമുലകളിൽ സെൽ റെഫറൻസ്, റേഞ്ചിൻ്റെ സെൽ റെഫറൻസ് നൽകുന്നതിന് പകരം സ്പെസിഫിക് നെയിമുകൾ അസൈൻ ചെയ്തുകൊണ്ട് ആ നെയിം കൊടുക്കുന്ന രീതിയാണ് നെയിമിംഗ് എ റേഞ്ച് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദിസ് അവോയ്ഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഫ്രെയിമിംഗ് ഫോമുല. അപ്പോൾ ഫോമുലകൾ ഫ്രെയിം ചെയ്യുമ്പോഴുള്ള സെൽ റെഫറൻസ് നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ആ റേഞ്ചിന് കൊടുത്തിരിക്കുന്ന പേര് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഫോമുലകൾ തയ്യാറാക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നെയിമിംഗ് എ റേഞ്ച് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു റേഞ്ചിന് പേര് നൽകുന്നതിൻ്റെ നടപടിക്രമം എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ ഫോർ നെയിമിംഗ് എ റേഞ്ച്. ഒരു റേഞ്ചിന് പേര് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഒന്നാമതായിട്ട് സെലക്ട് ദ റേഞ്ച് ടു ബി നെയിംഡ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പേര് കൊടുക്കേണ്ട റേഞ്ച് ഏതാണോ
ആ റേഞ്ച്, ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് അവിടെ അക്കൗണ്ടൻസി സ്കോർ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് C3 C62 ആണെങ്കിൽ ആ ഏരിയ ആദ്യമേ സെലക്ട് ചെയ്യുക. രണ്ടാമതായി റേഞ്ചിന് പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ നെയിംസ് എന്നുള്ള ഓപ്ഷനിലെ ഡിഫൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പാത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ നെയിംസിൽ ഡിഫൈൻ എന്നുള്ള ഓപ്ഷൻ ലഭ്യമാണ്. എന്നാൽ പുതിയ വെർഷനുകളിൽ, ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ പുതിയ വെർഷനുകളിൽ ഈ ഫെസിലിറ്റി ലഭ്യമായിട്ടുള്ള ഷീറ്റ് എന്ന് പറയുന്ന മെനുവിലായിരിക്കും. മെനു ബാറിലെ ഷീറ്റ് എന്ന് പറയുന്ന മെനുവിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഡിഫൈൻ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. പഴയ വെർഷനുകളിൽ ഇൻസേർട്ട് മെനുവിലാണ് നെയിംസിൽ നിന്ന് ഡിഫൈൻ ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ പുതിയ വെർഷനുകളിൽ ഷീറ്റ് എന്ന് പറയുന്ന മെനുവിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷനാണ് നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസ്. ആ ഓപ്ഷനിൽ ഡിഫൈൻ എന്ന് പറയുന്ന ഐറ്റമാണ് റേഞ്ചിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റേഞ്ചിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ രണ്ട് പാത്തുകളും വേർഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കുക. പുതിയ വെർഷനുകളിൽ ഷീറ്റ് എന്ന് പറയുന്ന മെനുവിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയും അതിൽ നൽകുന്ന ഡിഫൈൻ എന്ന് പറയുന്ന ഐറ്റം സെലക്ട് ചെയ്യുകയും ചെയ്യുക. തുടർന്ന് മൂന്നാമതായിട്ട് എൻ്റർ ദ നെയിം ഓഫ് ദ റേഞ്ച് ഇൻ ദ അപ്പിയർഡ് വിൻഡോ ആൻഡ് ക്ലിക്ക് ആഡ്. അപ്പോൾ അവിടെ ഡിഫൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ നമ്മൾ ആ സ്പെസിഫിക് റേഞ്ചിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, ഉദാഹരണമായിട്ട് ACC_ സ്കോർസ് എന്ന് പറയുന്ന പേരാണ് നമ്മൾ അക്കൗണ്ടൻസി സ്കോറുകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പേര് നൽകിയ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ ആ പേര് നൽകുകയും ആടെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. അവിടെ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന വിൻഡോ അപ്പിയർ ചെയ്യുന്നു. ഡിഫൈൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയും ആ സ്ക്രീനിൽ നെയിം എന്നുള്ള ആ ഫീൽഡിൽ റേഞ്ചിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എൻ്റർ ചെയ്യുകയും, ഉദാഹരണമായിട്ട് ACC_ സ്കോർസ് എന്നുള്ള പേര് എൻ്റർ ചെയ്തു. അതിനുശേഷം ആടെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അടുത്തതായിട്ട് യൂസ് ദ റേഞ്ച് നെയിം ഇൻ ദ ഫോമുല. തുടർന്ന് ഫോമുല നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഏത് സെല്ലിലാണോ ഫോമുല അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലിൽ ഫോമുല നൽകുന്ന സമയത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ റേഞ്ച് നെയിം അവിടെ സെൽ റെഫറൻസിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻസേർട്ടിൽ നെയിംസിൽ തന്നെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭ്യമാണ്. ഇൻസേർട്ടിൽ നെയിംസിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോമുല ഫ്രെയിം ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് റേഞ്ചിൻ്റെ പേര് നമ്മൾ റെഫർ ചെയ്യുന്നത്. പുതിയ വെർഷനുകളിൽ ഇത് ലഭ്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഷീറ്റ് എന്ന് പറയുന്ന മെനുവിലാണ്. ഷീറ്റ് മെനുവിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസ്, അതിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭ്യമാണ്. ശ്രദ്ധിക്കുക, പുതിയ വെർഷനുകളിൽ ഷീറ്റ് എന്ന് പറയുന്ന ആ മെനുവിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസ് എന്നുള്ള ഓപ്ഷനിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഐറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോമുലയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നെയിം കൊടുത്തിട്ടുള്ള ആ റേഞ്ചിനെ സ്പെസിഫൈ ചെയ്യേണ്ടത്. നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കുക. അവിടെ ഷീറ്റ് എന്ന് പറയുന്ന ആ മെനുവിലെ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത അതേ മെനുവിൽ തന്നെയാണ് ആ സെല്ലിനെ നമ്മൾ ആ റേഞ്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ താഴെയായിട്ട് നോക്കുക, ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം കാണാം. ആ ഇൻസേർട്ട് എന്ന് പറയുന്ന ഐറ്റമാണ് അവിടെ നമ്മൾ ഫോമുലയിൽ ഈ സെൽ റെഫറൻസിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള റേഞ്ച് നെയിം സ്പെസിഫൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ
നമുക്കൊരു വിൻഡോ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വിൻഡോയിൽ നമ്മൾ അവിടെ സെലക്ട് ദ സെൽ നെയിം, അവിടെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള റേഞ്ച് നെയിമുകളൊക്കെ അപ്പിയർ ചെയ്യുകയും അതിൽ ഏതാണോ ആ ഫോമുലയിൽ കൊടുക്കേണ്ട റേഞ്ച്, ആ റേഞ്ചിൻ്റെ നെയിം സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഇൻസേർട്ടിൽ നമ്മൾ പോകുമ്പോൾ അവിടെ അപ്പിയർ ചെയ്യുന്ന വിൻഡോ ആണ് സ്ക്രീനിൽ കാണുന്നത്. പേസ്റ്റ് നെയിം എന്ന് പറയുന്ന ആ വിൻഡോയിൽ അവിടെ നമ്മൾ ഓൾറെഡി നെയിം ചെയ്തിട്ടുള്ള റേഞ്ചസ് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്നും നമ്മൾ ആ ഫോമുലയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേഞ്ച് ഏതാണോ, സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റേഞ്ച് ഏതാണോ അത് സെലക്ട് ചെയ്യുകയും പേസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ ഫോമുലയിൽ കൺസേൺഡ് ആയിട്ടുള്ള ആ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ ദ നെയിം ഓഫ് ദ റേഞ്ച് അപ്പിയേഴ്സ് ഇൻ ദ ഫോമുല. അപ്പോൾ ഇത്തരത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ റേഞ്ചിൻ്റെ നെയിം അവിടെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ നെയിം അവിടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഫോമുല ആ സെൽ റെഫറൻസിന് പകരം അല്ലെങ്കിൽ ആ റേഞ്ച് റെഫറൻസിന് പകരം ആ റേഞ്ച് നെയിം വരികയും തുടർന്ന് ആ ഫോമുല കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ആവറേജാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഈക്വൽ ടു ആവറേജ് എന്നുള്ള ആ ഫങ്ഷൻ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ തുടർന്ന് ആ റേഞ്ച് അവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ റേഞ്ച് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉദാഹരണമായിട്ട് അക്കൗണ്ടൻസി സ്കോർസ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് അവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്താൽ അവിടെ ആവറേജ് സ്കോർ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മിനിമം സ്കോറാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ 60 കുട്ടികളുടെ ഏറ്റവും മിനിമം മാർക്കാണ് അറിയേണ്ടതെങ്കിൽ അവിടെ മിനിമം എന്നുള്ള ആ ഫങ്ഷൻ MIN മിനിമം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മിനിമം എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ മിനിമം സ്കോർ കണ്ടുപിടിക്കാനുള്ള ഫങ്ഷനാണ് MIN എന്ന് പറയുന്നത്. മിനിമത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈക്വൽ ടു MIN. ദെൻ അവിടെ ആ റേഞ്ച് നെയിം നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ അവിടെ മിനിമം സ്കോർ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം സ്കോർ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടൻസി സ്കോർ വാങ്ങിയ കുട്ടി ഏതാണെന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഏതാണെന്ന് അറിയാൻ വേണ്ടി മാക്സിമം എത്ര സ്കോർ വരെ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് എന്നറിയാൻ വേണ്ടി അവിടെ മാക്സിമം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് MAX. മാക്സിമത്തെ സൂചിപ്പിക്കുന്ന MAX. അപ്പോൾ ആ MAX എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് തുടർന്ന് ആ റേഞ്ച് നെയിം അവിടെ ഇൻസേർട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ അവിടെ കുട്ടികൾക്ക് കിട്ടിയ മാക്സിമം സ്കോർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ തരത്തിൽ ഫോമുലകളിൽ നമുക്ക് ആ റേഞ്ചിനെ റെഫർ ചെയ്യുന്നതിന് പകരം ആ റേഞ്ചിന് പേര് കൊടുത്തുകൊണ്ട് ആ റേഞ്ച് നെയിം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഫോമുലകൾ ഫ്രെയിം ചെയ്ത് നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും. നമുക്ക് ഈ 60 കുട്ടികളുടെ സ്കോറിൽ നിന്നും ആവറേജ് സ്കോറും മിനിമം സ്കോറും മാക്സിമം സ്കോറും എങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ലാബ് വർക്കിലൂടെ നോക്കാം. അക്കൗണ്ടൻസി പരീക്ഷയുടെ സ്കോറുകൾക്ക് റേഞ്ച് നെയിം കൊടുക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ കാണുന്നത്. ഈ പ്രാക്ടിക്കൽ സെഷനിൽ അക്കൗണ്ടൻസിയുടെ സ്കോറുകൾക്ക് ACC_ സ്കോർസ് എന്നുള്ള പേര് നൽകുന്നതാണ് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യമായിട്ട് അതിനൊരു ടൈറ്റിൽ അക്കൗണ്ടൻസി സ്കോർ ഷീറ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ നൽകാം. അതുപോലെ കോളം ഹെഡിങ്സ് ആയിട്ട് ക്ലാസ് നമ്പർ, നെയിം, സ്കോർസ് ഔട്ട് ഓഫ് 20 ഈ രീതിയിൽ കോളം ഹെഡിങ്ങുകൾ നൽകുന്നു. കുട്ടികളുടെ ക്ലാസ് നമ്പർ, നെയിം, അവർക്ക് അക്കൗണ്ടൻസി യൂണിറ്റ് ടെസ്റ്റിന് ലഭിച്ച സ്കോർ എന്നിവ റെസ്പെക്റ്റീവ് സെല്ലുകൾ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ 60 കുട്ടികളുടെ സ്കോറുകൾ നമ്മൾ
എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്കോറുകൾക്ക് റേഞ്ച് നെയിം നൽകുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ സ്കോർ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. സ്കോർ എൻ്റർ ചെയ്തിരിക്കുന്ന റേഞ്ച് നമുക്കറിയാം C3 മുതൽ C62 വരെയാണ് സ്കോർ എൻ്റർ ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം പുതിയ വെർഷനുകളിൽ ഷീറ്റ് മെനുവിലാണ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത്. നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഡിഫൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ അപ്പിയർ ചെയ്യുന്ന ഡിഫൈൻ നെയിംസ് എന്ന് പറയുന്ന സ്ക്രീനിൽ റേഞ്ചിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എൻ്റർ ചെയ്യുക. ACC_scores എന്നാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്. ആ സ്കോർ റേഞ്ചിന് ACC_scores എന്ന പേര് കൊടുത്ത് ഇത് ആഡ് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് കുട്ടികളുടെ ആവറേജ് സ്കോർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമായിട്ട് ആവറേജ് സ്കോർ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നു. ആവറേജ് സ്കോർ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് C63ലാണെങ്കിൽ അവിടെ ഫോർമുല കൊടുക്കുക. ഈക്വൽ ടു ആവറേജ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക, ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പേര് ചൂസ് ചെയ്യുക. അതിനുവേണ്ടി പുതിയ വെർഷനുകളിൽ ഷീറ്റ് എന്നുള്ള മെനുവിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. അപ്പിയർ ചെയ്യുന്ന പേസ്റ്റ് നെയിംസ് എന്ന് പറയുന്ന വിൻഡോയിൽ നിന്നും ഓൾറെഡി നമ്മൾ ഒറ്റയൊരു നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതായിരിക്കും അവിടെ സെലക്റ്റഡ് ആയിട്ടുള്ളത്. പേസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ റേഞ്ച് നെയിം അവിടെ വരുന്നതാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ആവറേജ് സ്കോർ നമുക്ക് ലഭിക്കുന്നത് 18.3 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. മിനിമം സ്കോർ. അതിനുവേണ്ടി ഫോർമുല C64ൽ മൗസ് ക്ലിക്ക് ചെയ്യുക, ഫോർമുല എൻ്റർ ചെയ്യുക. ഈക്വൽ ടു മിനിമം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷൻ മിനിമത്തിൻ്റെ MIN, ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി നമുക്ക് റേഞ്ച് നെയിം സെലക്ട് ചെയ്യാം. ഷീറ്റിൽ പോയി നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഇൻസേർട്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് 16 എന്ന് നമുക്കിവിടെ ലഭിക്കുന്നു. ഇതുപോലെ മാക്സിമം സ്കോർ കണ്ടുപിടിക്കാം. മാക്സിമം സ്കോർ C65ലാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ ഫോർമുല കൊടുക്കുക. ഈക്വൽ ടു MAX, മാക്സിമത്തിൻ്റേത് ഫംഗ്ഷൻ MAX ആണ്. MAX അടിച്ചു, ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ അവിടെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഷീറ്റിൽ പോയി നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ അവിടെ ഇൻസേർട്ടിൽ accountancy_scores കൊടുക്കുക. പേസ്റ്റ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്താൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും മാക്സിമം 20 കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക്. 20ൽ 20 കിട്ടിയ കുട്ടികൾ ഉണ്ട്. നെയിമിംഗ് ദ റേഞ്ചസ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാബ് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.
ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലാബ് വർക്കാണിത് ഇവിടെ പ്രതിപാദിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ലാബ് വർക്ക് എല്ലാ കുട്ടികളും ചെയ്തു നോക്കണം. തുടർന്ന് ലാബിൽ കൂടുതൽ നന്നായിട്ട് നെയിമിംഗ് ദ റേഞ്ചസിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ലാബ് വർക്ക് നിങ്ങളെ സഹായിക്കും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ: ദ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് എ ബിസിനസ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2020 ആർ ഗിവൺ ബിലോ. ഒന്നാം തീയതി ക്യാഷ് ഇൻ ഹാൻഡായിട്ട് 52,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ക്യാഷ് പർച്ചേസ് നടത്തിയിട്ടുണ്ട് 4-ാം തീയതി, മാർച്ച് 4-ാം തീയതി ക്യാഷ് പർച്ചേസ് 9,000. 6-ാം തീയതി വേജസ് പെയ്ഡ് 1000. 9-ാം തീയതി ക്യാഷ് സെയിൽസ് 11,000. 12-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ജോസഫ് 8,000. 15-ാം തീയതി പെയ്ഡ് റെൻറ്റ് 5,000. 19-ാം തീയതി പെയ്ഡ് ക്യാഷ് ടു മോഹൻ 6,000. 22-ാം തീയതി ക്യാഷ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് ഡ്രോവിങ്സ് ആണ് 4,000 രൂപയുടെ. 27-ാം തീയതി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 7,000. 31-ാം തീയതി റിസീവ്ഡ് കമ്മീഷൻ 10,000. 2020 മാർച്ച് മാസത്തെ വിവിധ പണമിടപാടുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. പ്രിപ്പയർ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് in a worksheet and carry down the closing balance by naming the relevant cells as receipts and payments. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ നിന്നും ഒരു സ്പ്രെഡ്ഷീറ്റിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുകയും അത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെൽ റെഫറൻസ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന നെയിം കൊടുത്തുകൊണ്ട് ബാലൻസ് ചെയ്ത് ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇവിടെ ക്യാഷ് ബുക്കിൽ നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡ് റെസിപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡുമാണ്. എല്ലാ റെസിപ്റ്റ്സിനെയും നമുക്കറിയാം ഡെബിറ്റ് സൈഡിലല്ലേ റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എല്ലാ പേയ്മെൻറ്റ്സിനെയും ക്രെഡിറ്റ് സൈഡിൽ അഥവാ പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് റീകോൾ ചെയ്തുകൊണ്ട് വിവിധ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ കാണിക്കുകയും എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ദെൻ എല്ലാ റെസീപ്റ്റ്സും അവിടെ റെസീപ്റ്റ്സ് എന്നുള്ള പേരിൽ നെയിം കൊടുത്തുകൊണ്ട് ആ റേഞ്ചിന് നെയിം കൊണ്ടും അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ്സ് വിവിധ പേയ്മെൻറ്റ്സുകളെ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ റേഞ്ചിന് പേര് കൊടുത്തുകൊണ്ടും അവിടെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അതിൻ്റെ വിവിധ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് കിടക്കാം. അതിൻ്റെ പ്രൊസീജിയർ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിനുശേഷം വേണം കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ലിബ്ര ഓഫീസ് കാൽക്കിൽ പുതിയൊരു വർക്ക്ഷീറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ലിബ്ര ഓഫീസ് കാൽക്ക്. ദെൻ സെക്കൻഡ്ലി ഡിസൈൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് by giving title as cash book in the first row and also merge and center it. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മളൊരു ക്യാഷ് ബുക്ക് ഡിസൈൻ ചെയ്യുകയാണ്. ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. ഏറ്റവും ടോപ്പിലായിട്ട് ക്യാഷ് ബുക്ക് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുക. ഫസ്റ്റ് റോയിൽ തന്നെ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുക. ദെൻ അതിനെ വേണേൽ മെർജ് സെൻറ്റർ ചെയ്യാവുന്നതാണ്. മെർജ് ചെയ്തിട്ട് ആ സെല്ലുകളെ ക്യാഷ് ബുക്കിൻ്റെ കോളം നമുക്കറിയാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ദെൻ ജേണൽ ആയതുകൊണ്ട് ലെഡ്ജർ ഫോളിയോ LF കോളം വേണം, എമൗണ്ട് കോളം വേണം. അപ്പോൾ അങ്ങനെ 8 കോളമാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ ആ 8 കോളത്തെ മെർജ് ചെയ്തുകൊണ്ട് അവിടെ സെൻറ്റർ ചെയ്തുകൊണ്ട് ക്യാഷ് ബുക്ക് എന്നുള്ള ആ ടൈറ്റിൽ കൊടുക്കുക. ദെൻ മൂന്നാമതായിട്ട് എൻ്റർ ദ കോള ഹെഡിങ്സ് ഇൻ ദ സെക്കൻഡ് റോ. ക്യാഷ് ബുക്കിൻ്റെ കോള ഹെഡിങ്ങുകൾ കൊടുക്കുകയാണ്. നമുക്കറിയാം ഡേറ്റ്, റെസിപ്റ്റ്സ്,
ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ റെസീപ്റ്റ്സ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ പേയ്മെൻറ്റ്സ്, LF എമൗണ്ട് കോളം ഇവ നൽകുക. അങ്ങനെ 8 കോളത്തിനും ആ കോളത്തിൻ്റെ ഹെഡിങ് കൊടുക്കുക. തുടർന്ന് എൻ്റർ ഓൾ ദ റെസീപ്റ്റ്സ് ഓഫ് ക്യാഷ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കാണിക്കുക. ദെൻ ഏത് ഐറ്റത്തിലുള്ള റെസിപ്റ്റാണോ അത് കാണിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ഡേറ്റും അക്കൗണ്ടിൻ്റെ പേരും. അതോടൊപ്പം തന്നെ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിക്കുക. അങ്ങനെ എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെൻറ്റ്സും എൻ്റർ ചെയ്യുക. അതിനുശേഷം സെലക്ട് ദ ഡെബിറ്റ് എമൗണ്ട്സ്. ഡെബിറ്റ് സൈഡിലെ നമുക്കറിയാം സാധാരണ ക്യാഷ് ബുക്കിൽ, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഡെബിറ്റ് എമൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന എമൗണ്ട് കോളത്തിലെ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് റെസിപ്റ്റ് എന്നുള്ള പേര് ആ റേഞ്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് ദ ഡെബിറ്റ് എമൗണ്ട്സ് ഇൻ D3 D6. അപ്പോൾ D3 മുതൽ D6 വരെ ആയിരിക്കും എമൗണ്ട് ഇവിടെ ഈ കേസിൽ ഉണ്ടാവുക. ആ ഏരിയ, അതായത് ഡെബിറ്റ് എമൗണ്ട് അഥവാ റെസീപ്റ്റ്സ് എമൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന എമൗണ്ട് കോളം ആ ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കറിയാം അതിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ റേഞ്ചിന് പേര് കൊടുക്കാൻ വേണ്ടി നമുക്കറിയാം, ആൻഡ് ഗിവ് ദ നെയിം ടു ദ റേഞ്ച് ആസ് റെസിപ്റ്റ്സ്. റേഞ്ചിന് പേര് കൊടുക്കുന്നത് ഇൻസേർട്ടിൽ പോയി നെയിംസിൽ ഡിഫൈൻ എടുക്കുക. അവിടെ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ പേര് കൊടുക്കുക. അവിടെ റെസീപ്റ്റ്സ് എന്നുള്ള പേര് കൊടുക്കുക. ദെൻ ആഡ് ചെയ്യുക. പുതിയ വെർഷനുകളാണെങ്കിൽ ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്, മെനുവിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഡിഫൈൻ പോയിട്ടാണ് നമ്മളവിടെ പേര് സ്പെസിഫൈ ചെയ്യേണ്ടത്. ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഉണ്ടാവുക H3 H8ലാണ്. H3 മുതൽ H8 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ പേയ്മെൻറ്റ്സ് എന്നുള്ള പേര് അവിടെ കൊടുക്കുക. ദെൻ അതിനുശേഷം ഇനി ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാണ് വേണ്ടത്. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ ആദ്യം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യണം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് എന്നുള്ള പേര് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അവിടെ ടോട്ടൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ സമ്മാണ്. സം എന്നുള്ള അതാണ് തുക കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ടോട്ടൽ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. സോ ഫൈൻഡ് ദ ടോട്ടൽ ഓഫ് ക്യാഷ് റെസിപ്റ്റ്സ്. D10 എന്ന് പറയുന്ന ആ സെല്ലിൽ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഫോമുല നൽകുക, ഈക്വൽ ടു സം റെസിപ്റ്റ്സ്. റെസിപ്റ്റ് എന്നുള്ളത് നമുക്കറിയാം ഇൻസേർട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അവിടെ ഇൻസേർട്ടിൽ നെയിംസിൽ ഇൻസേർട്ടിൽ പോയിട്ട് ആ റെസിപ്റ്റ്സ് എന്നുള്ള പേര് ഇവിടെ ഇൻസേർട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ലഭിക്കുന്നതാണ്. D10 ഡെബിറ്റ് സൈഡ് ടോട്ടൽ അവിടെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു സം റെസിപ്റ്റ്സ് എന്നുള്ള ആ ഒരു ഫോമുല ഉപയോഗിക്കുന്നത്. ഇനി പുതിയ വെർഷനുകളാണ് നമുക്കറിയാം ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഇൻസേർട്ടിൽ നിന്നാണ് അവിടെ നമുക്ക് റെസിപ്റ്റ് എന്നുള്ള ആ ഒരു റേഞ്ച് നെയിം ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക. തുടർന്ന് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുകയാണ്. ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കണം. ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കുന്നത്, തുക കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം H9ലാണ്. H9ൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫോമുല ഈക്വൽ ടു D10. ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ മൈനസ് ചെയ്യാണ് വേണ്ടത്. D10 മൈനസ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സം പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുക. D10ലുള്ളത് ഡെബിറ്റ് സൈഡ് ടോട്ടലാണ്. ആ ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലുള്ള പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ, അത് നമ്മൾ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ റേഞ്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്.
അതാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ D10 മൈനസ് സം പേയ്മെൻറ്റ്സ് എന്നുള്ള ഫോമുല ഉപയോഗിച്ച് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്കറിയാം ഡെബിറ്റ് സൈഡ് ടോട്ടൽ തന്നെയാണ് ക്രെഡിറ്റ് സൈഡ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ഈക്വൽ ടു D10 എന്നുള്ള H10ൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ, ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡെബിറ്റ് സൈഡ് ടോട്ടൽ തന്നെയാണ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. അതുകൊണ്ട് ഈക്വൽ ടു D10 എന്നുള്ള ഫോമുല അവിടെ H10ൽ കൊടുത്തുകൊണ്ട് ക്രെഡിറ്റ് ടോട്ടലും കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു നെയിമിംഗ് റേഞ്ചസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ബുക്ക് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ദെൻ ക്യാഷ് ബുക്ക് പൂർത്തിയാക്കിയതിന് ശേഷം ഉചിതമായ പേര് നൽകി അത് സേവ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മളൊരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റിൽ ലിബ്ര ഓഫീസ് ബേസ് ഉപയോഗിച്ച് പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ക്യാഷ് ബുക്ക് തയ്യാറാക്കിയതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടത്. പുതിയ വർക്ക്ഷീറ്റിൽ ടൈറ്റിലായിട്ട് ക്യാഷ് ബുക്ക് എന്ന് കൊടുക്കാം. ക്യാഷ് ബുക്ക് പ്രിപ്പറേഷനാണ്. ക്യാഷ് ബുക്കിൻ്റെ ടൈറ്റിൽ മർജ് ആൻഡ് സെൻഡർ ചെയ്തുകൊണ്ട് സെൻട്രലായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. ദെൻ ക്യാഷ് ബുക്കിൻ്റെ കോളംസ് നമുക്കറിയാം. റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും 4 കോളം വീതം ആവശ്യമുണ്ട്. അതുകൊണ്ട് A2 ഡേറ്റ്, B2 റെസീപ്റ്റ്സ്, C2 LF, D2 എമൗണ്ട് റുപ്പീസ്. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ E2 ഡേറ്റ്, F2 പേയ്മെൻറ്റ്സ്, G2 LF, H2 എമൗണ്ട് റുപ്പീസ്. ഈ കോളം ഹെഡിങ്സ് കൊടുക്കുക. തുടർന്ന് ഡേറ്റ് കോളത്തിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡേറ്റ് കൊടുക്കാം. റെസീപ്റ്റ്സ് കോളത്തിൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ബാലൻസ് ബ്രോ ഡൗൺ, ആ കൺസേൺ എമൗണ്ട് കോളത്തിൽ കൊടുക്കാം. ആ രീതിയിൽ തന്നിരിക്കുന്ന എല്ലാ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എൻ്റർ ചെയ്യുക. ഡേറ്റ് ക്രമത്തിൽ തന്നിരിക്കുന്ന റെസീപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് എല്ലാം പേയ്മെൻറ്റ്സ് സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡിലും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാഷ് ബുക്കാണ് നമുക്ക് ലഭിക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം തുടർന്ന് ടോട്ടൽ ചെയ്യുക. നെയിമിംഗ് റേഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ടോട്ടൽ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡെബിറ്റ് സൈഡ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് പേര് കൊടുത്തുകൊണ്ട് അപ്പോൾ ഡെബിറ്റ് സൈഡ് എമൗണ്ട് ഉള്ള ഏരിയ സെലക്ട് ചെയ്യുക. D3 മുതൽ D6 വരെയുള്ള ഏരിയയിലാണ് എമൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ളത്. ആ ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അതിന് പേര് നൽകുക. പേര് നൽകാൻ വേണ്ടി ഷീറ്റിൽ പോയി നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഡിഫൈൻ നൽകുക. അവിടെ കൊടുക്കേണ്ട പേര് റെസീപ്റ്റ്സ് എന്നാണ്. റെസീപ്റ്റ്സ് എന്നുള്ള പേര് എൻ്റർ ചെയ്തു. അത് ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിലെ എമൗണ്ടിൻ്റെ നെയിം കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഉള്ള ഏരിയ സെലക്ട് ചെയ്യുക. അതായത് H3 മുതൽ H8 വരെയുള്ള ഏരിയയിലാണ് എമൗണ്ട് ഉള്ളത് ക്രെഡിറ്റ് സൈഡിൽ. ആ പേയ്മെൻറ്റ്സ് ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അതിന് പേര് കൊടുക്കാം. ഷീറ്റിൽ പോയി നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഡിഫൈൻ നൽകുക. പേര് പേയ്മെൻറ്റ്സ് എന്ന് നൽകുക. പേയ്മെൻറ്റ്സ് എന്ന് പേര് കൊടുത്തുകൊണ്ട് അതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടിൻ്റെയും റേഞ്ചസിന് പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി ടോട്ടൽ ചെയ്യുന്ന നടപടിക്രമത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോളം താഴെ വേണം ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ കോളം
ഡിയിൽ ടോട്ടൽ ചെയ്യേണ്ട കോളം. അപ്പോൾ D10 ആയിട്ട് പരിഗണിക്കുക. D10ലാണ് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. സോ സം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുക. ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. റേഞ്ചിന് പേര് കൊടുത്തിട്ടുണ്ട്. ആ റേഞ്ച് നെയിം, അതായത് റെസീപ്റ്റ്സ് എന്നുള്ള ആ റേഞ്ച് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. അതിനുവേണ്ടി ഷീറ്റിൽ നെയിംസ് റേഞ്ചസിലേക്ക് പോവുക. അവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ ഇത് റെസീപ്റ്റ്സ് എന്നുള്ളതാണ്, അതുകൊണ്ട് റെസീപ്റ്റ്സ് പേസ്റ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്യുക. 81,000 ആണ് റെസീപ്റ്റ്സ് ടോട്ടൽ. അതുപോലെ പേയ്മെൻറ്റ്സ് ടോട്ടലും കണ്ടുപിടിക്കാം. പേയ്മെൻറ്റ്സ് ടോട്ടൽ കണ്ടുപിടിച്ച് ആ തുക റെസീപ്റ്റ് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബാലൻസ് കിട്ടുക. അപ്പോൾ 31/3/2020 ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. H9 എന്നുള്ള കോളത്തിൽ ഫോർമുല കൊടുക്കുക. D10 മൈനസ് സം ബ്രാക്കറ്റിൽ പേയ്മെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുക. ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഇൻസേർട്ടിൽ പോയി പേയ്മെൻറ്റ്സ് പേസ്റ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ എൻ്റർ നൽകിയാൽ അവിടെ ക്ലോസിംഗ് ബാലൻസ് ലഭിക്കുന്നതാണ്. ദെൻ ഇനി ക്രെഡിറ്റ് സൈഡ് ടോട്ടലിന് വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡ് അതേ ടോട്ടൽ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. സോ ഈക്വൽ ടു D10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ 81,000 ക്രെഡിറ്റ് സൈഡ് ടോട്ടലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ രീതിയിലൊരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതാണ് ആദ്യത്തെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.